സിറിയയിൽ അസദ് ഭരണകൂടത്തെ അട്ടിമറിച്ച് വിമത സംഘം അധികാരത്തിലേക്ക് എത്തിയത് മുതൽ സിറിയൻ പ്രദേശങ്ങൾ പിടിച്ചടക്കി മുന്നോട്ടു പോവുകയാണ് ഇസ്രായേൽ. ഒരു ഘട്ടത്തിൽ ഗസ യുദ്ധം മറന്നോ എന്ന് വരെ ചിന്തിച്ചു പോകുന്ന അവസരമുണ്ടായി. എന്നാൽ തങ്ങളുടെ മണ്ണ് പിടിച്ചടക്കാൻ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടാണ് സിറിയൻ വിമത സംഘത്തിനുള്ളത്. അതിനായി ആരുമായും കൂട്ടുകൂടാൻ തയ്യാറായ വിമത സംഘടനാ നേതാവ് ജൊലാനി റഷ്യയുമായി വളരെ അടുത്ത ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുന്നതായി പരസ്യമായി തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജൊലാനി ബ്രോഡ്കാസ്റ്റർ അൽ അറബിയുമായുള്ള അഭിമുഖത്തിലാണ് റഷ്യയിലെ സൈനിക സ്ഥാപനങ്ങൾ രാജ്യത്ത് നിന്ന് പിൻവലിക്കാൻ തൻ്റെ സർക്കാർ അവകാശപ്പെട്ടില്ലെന്ന കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് ഇസ്രായേലിനും അമേരിക്കയും വലിയ തിരിച്ചടിയാണ്. സിറിയയിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സകല കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്ന നിലപാടാണ് അട്ടിമറിയിലൂടെ ഭരണം പിടിച്ച വിമത സംഘടന ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. റഷ്യയെ ഒപ്പം നിർത്തി സിറിയയുടെ പ്രദേശം കൈയടക്കിയ ഇസ്രായേലിനെയും മറ്റ് പാശ്ചാത്യ ശക്തികളെയും തുരത്തുക എന്നാണ് നിലവിലെ സിറിയൻ സർക്കാർ ലക്ഷ്യമിടുന്നത്. റഷ്യൻ സേന സിറിയയിൽ നിന്നും പിന്മാറിയാൽ സിറിയ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ആധിപത്യത്തിന് കീഴിലാകുമെന്ന് റഷ്യൻ സേന സിറിയയിൽ നിന്ന് പിന്മാറിയാൽ സിറിയ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ആധിപത്യത്തിന് കീഴിലാകുമെന്നാണ് സിറിയൻ ഭരണകൂടം ഭയപ്പെടുന്നത്. തങ്ങളുടെ ശത്രുവായ മുൻ സിറിയൻ പ്രസിഡന്റ് അസദിന് അഭയം നൽകിയിട്ടും റഷ്യയോട് ഒരതിർത്തിയും നിലവിലെ സിറിയൻ ഭരണകൂടം കാണിച്ചിട്ടില്ല. റഷ്യയെ പിണക്കാതെ ഒപ്പം നിർത്തുന്നതാണ് ബുദ്ധിയെന്ന തിരിച്ചറിവാണ് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ സിറിയയെ പ്രേരിപ്പിച്ചിരിക്കുന്നതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സിറിയയിലെ തീവ്രവാദ ഗ്രൂപ്പുകൾ ഡമാസ്കസിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും മുൻ പ്രസിഡന്റ് അസദിനെ രാജിവെക്കാൻ നിർബന്ധിക്കുകയും ചെയ്തതോടെ സിറിയയിൽ തമ്പടിച്ചിരുന്ന റഷ്യൻ സൈനികരുടെ ഭാവിയാണ് ചോദ്യം ചെയ്യപ്പെട്ടിരുന്നത്. രാജ്യത്തിൻ്റെ മെഡിറ്ററേനിയൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഹമൈം എയർബേസും ടാട്ടസിൽ ഒരു ലോജിസ്റ്റിക് സപ്പോർട്ട് സെൻ്ററും റഷ്യയുടെ സിറിയയിലെ താവളങ്ങളാണ്. 2017 റഷ്യയും സിറിയയും തമ്മിലുണ്ടാക്കിയ കരാർ പ്രകാരം 49 വർഷത്തേക്ക് റഷ്യൻ സൈന്യത്തെ സിറിയയിൽ വിന്യസിക്കാൻ അധികാരമുണ്ട്. ഈ കരാർ പ്രകാരം തുടരുന്ന റഷ്യൻ സേന ഭരണമാറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ സിറിയ വിടരുതെന്നാണ് പുതിയ ഭരണകൂടം ആവശ്യപ്പെടുന്നത്. റഷ്യയെ പ്രകോപിപ്പിക്കുന്ന ഒഴിവാക്കാൻ സിറിയൻ നേതൃത്വം താൽപ്പര്യപ്പെടുന്നതായും സിറിയയുമായി റഷ്യ തുടർന്നും നല്ല ബന്ധം സ്ഥാപിക്കണമെന്നുമാണ് വിമത നേതാവ് പറയുന്നത്. ഇതിനായി വലിയ അവസരം റഷ്യയ്ക്ക് നൽകാൻ തയ്യാറാണെന്നും ജൊലാനി പറയുന്നുണ്ട്.